ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ചും സാത്താൻ്റെ രാജ്യത്തെക്കുറിച്ചുമുള്ള വ്യത്യാസങ്ങൾ ചിന്തിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും ദൈവിക രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദൈവിക രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ സാത്താൻ്റെ മേൽ ദൈവത്തിനുള്ള അധികാരത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു ഊമനായ വ്യക്തിയെ, ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കുമ്പോൾ അവിടെയുള്ള പരീക്ഷാഗണം പറയുവാനിടയായി ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത്. എന്നാൽ കർത്താവ് അതിന് പറഞ്ഞതായ മറുപടി ലൂക്കോസിന്റെ സുവിശേഷം 11:20 മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങളുടെ തലവനായ ഭൂതങ്ങളെ കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പോലെ ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ അവന്റെ രാജ്യം തന്നെ ശിഥിലമായിരിക്കുന്നു. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടമെന്ന് കർത്താവ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സാത്താന്റെ മേൽ, ഭൂതങ്ങളുടെ മേൽ ഒക്കെ ദൈവം നൽകിയിരിക്കുന്ന അധികാരമുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 2:4-ലും 4:20-ലും 1 തെസ്സലോനിക്യ ലേഖനം 1:5-ലുമൊക്കെ മറ്റു ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ സാത്താന്റെ രാജ്യത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവം തന്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ സാത്താന്റെ രാജ്യത്തിൽ അവന്റെ ശക്തി കൊണ്ട് അവൻ രോഗം, വ്യാധി, അടിമത്തം തുടങ്ങിയ കാര്യങ്ങളാണ് അവൻ കൊണ്ടുവരുന്നത്. പലരെയും രോഗിയാക്കുക, പലരെയും അവന്റെ നിത്യ അടിമത്തത്തിലും ബന്ധനത്തിലും അവന്റെ ചങ്ങലയിൽ തളച്ചിടുക. ഇതാണ് അവന്റെ ചില ദുഷ്ടശക്തി കൊണ്ട് അവന് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിനെ പുറത്താക്കുവാനുള്ളതായ അധികാരം ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്നത് നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:1 മുതൽ വായിക്കുമ്പോൾ അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഈ തലമുറയിൽ, ഈ യുഗത്തിൽ സാത്താന്റെ മേൽ സകല അധികാരവും ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല. കാരണം കർത്താവ് നമുക്ക് ആ അധികാരം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനെ ജനം ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നാൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പത്രോസിന് ചില അധികാരങ്ങൾ ദൈവം കൈമാറുന്നത് മത്തായിയുടെ സുവിശേഷം 16-ൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും എന്ന് ശക്തിയോടെ പത്രോസിനോട് പറയുവാനായിട്ട് ഇടയായിത്തു. എന്നാൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പത്രോസിനോട് മാത്രം പറഞ്ഞതാണ്. അല്ല, വീണ്ടും മത്തായിയുടെ സുവിശേഷം 18:18 പറയുമ്പോൾ അത് സർവ്വജനത്തോടുമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്
സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുമെന്ന് തുടർന്ന് മത്തായി 18:18 അതെല്ലാവരോടുമായി കർത്താവ് പറഞ്ഞിരിക്കുന്നതായ അധികാരവും ശക്തിയുമാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ദുഷ്ടനായവൻ പലരെ രോഗികളാക്കി, ബന്ധനത്തിലാക്കി, അടിമത്വത്തിലാക്കി, അവന്റെ തടവറയിലാക്കി, ആശുപത്രികളിലാക്കി, ജയിലറകളിലാക്കി ഒക്കെ അവന് പോരാടുമ്പോൾ ഓർക്കുക, അവന്റെ രാജ്യത്തെ അധികാരത്തെ തകർക്കുവാൻ ദൈവം തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന ശക്തിയും അധികാരവുമുണ്ട്. ഒരിക്കലും ദുഷ്ടന്റെ ഇപ്രകാരമുള്ളതായ ചില ചെപ്പിടി വിദ്യകൾ കണ്ട് ദൈവത്തിന്റെ മക്കൾ ഭയപ്പെടുവാനുള്ളവരല്ല. അവർ ദൈവകൃപയിലും ദൈവിക അധികാരത്തിലും നിന്നുകൊണ്ട് ശത്രുവിന്റെ മേൽ, അവന്റെ രാജ്യത്തിന്റെ മേൽ ജയം വരിക്കേണ്ടതിന് വേണ്ടി ഇന്ന് ഈ തലമുറയിൽ ദൈവം തന്റെ ജനത്തെ ആ അധികാരം തന്ന് ആക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവജനം സാത്താന്റെ രാജ്യത്തെ തകർക്കുകയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് വചനത്തിൽ നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊൻതളമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊൻതളമേ. ഏക ഇടയൻ ഒരു കൂട്ടമേ, എത്ര മഹാനന്ദമേ. ഏക ഇടയൻ ഒരു കൂട്ടമേ, എത്ര മഹാനന്ദമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കസൂത്രം പിണക്കങ്ങളൊട്ടുമില്ല. കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കസൂത്രം പിണക്കങ്ങളൊട്ടുമില്ല. കൂട്ടം കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടി പുകഴ്ത്തിടുന്നു. കൂട്ടം കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടി പുകഴ്ത്തിടുന്നു. എത്ര മോദമാർ വർണ്ണിച്ചിടും സ്വർഗീയ ഭാഗ്യമിത്. എത്ര മോദമാർ വർണ്ണിച്ചിടും സ്വർഗീയ ഭാഗ്യമിത്. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ.